ആ ഇവിടെ ഇരിക്കായിരുന്നു. അവർ കാണാതിരിക്കാൻ ഇങ്ങോട്ട് മാറിയല്ലേ? നന്നായി. കോളേജിൽ വലിയ രാഷ്ട്രീയമൊക്കെ കളിച്ച് നടന്നിരുന്നവരാ. ഒന്നിലും ഗതി പിടിക്കാതായപ്പം ഇവിടുത്തെ ഒരു പൂത്ത കോടീശ്വരൻ്റെ 2 മക്കളെയും കെട്ടി. 2 പാവങ്ങളാ. പേടിക്കണ്ട കേട്ടോ. എന്തു പറ്റി? എന്നോട് പറയാമല്ലോ, പറയൂ. വീട്ടിൽ ചെറിയ സീനായി. അച്ഛൻ വിളിച്ചിരുന്നു, കുറേ വഴക്ക് പറഞ്ഞു. ദാറ്റ്സ് ഓൾ. അല്ലേലും ഈ തന്തന്മാരല്ല ഇങ്ങനെ. പോവാൻ പറ. ഇന്ന് വീട്ടിലെത്തേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ, ആക്ച്വലി ഒരു പെണ്ണ് കാണലായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതാ. അതേതായാലും നന്നായി. കുട്ടിക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ല. അച്ഛൻ്റെ ചേട്ടൻ കൊണ്ടുവന്ന പ്രപ്പോസലാണ്. ദുബായിൽ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് കക്ഷി. ഇതിലും നല്ലൊരാൾ കമലയ്ക്ക് വേണ്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. പ്രോബ്ലം അതല്ല. പിന്നെന്താ? ഇന്നിപ്പോൾ വീട്ടിൽ അവരെല്ലാവരും ഉണ്ട്. ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നാൽ എല്ലാവരും കൂടി എന്നെ കൊല്ലും. അപ്പോൾ ഇന്ന് തിരിച്ചു പോണ്ടേ? നാളെ വലിയച്ഛൻ ദുബായ് പോവും. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യാം. അപ്പോൾ ഇന്ന് തിരിച്ചു ചെന്നില്ലെങ്കിൽ അവർക്കൊക്കെ ടെൻഷൻ ആവില്ലേ? അത് കുഴപ്പമില്ല. ഇവിടെ മഴ പെയ്ത് റോഡ് ബ്ലോക്ക് ആണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സേഫായി ഇന്നിവിടെ താമസിക്കാനൊരു സ്ഥലം വേണം. സേഫായിട്ട് ഇനി ഇവിടെ താമസിക്കണം എന്ന് വെച്ചാൽ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. ഇവിടെ താമസിച്ചു. ഈ റൂം യൂസ് ചെയ്തു. അത് ഇതിലും സേഫായ സ്ഥലം അടുത്ത് വേറെ ഇല്ല. സോറി. എന്താ വേണ്ടത്? ഈ മിറ്റത്തുനിന്ന് ആ പെണ്ണു കേസ് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോണ്ടായത്. അതോടെ എന്റെ കുടുംബം കലങ്ങി കുട്ടിച്ചോറായി. അറിയോ നിങ്ങക്ക്? അത് ചെയ്തത് ഞങ്ങളല്ല എന്റെ പാപ്പൻ ചേട്ടാ. എത്ര പ്രാവശ്യം പറയണം? അതിന്റെ പേരിൽ ഈ ചതി വേണമായിരുന്നാ? ഇതിലെന്ത് ചതി? നിങ്ങളൊരു സ്ഥലത്തിന് വില പറഞ്ഞു, ഞാൻ അതിലും കയറ്റിയൊരു വില പറഞ്ഞു. അതല്ലേ ബിസിനസ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ സഫറെ? അത് വിട്. ചേട്ടൻ പറ, ഇതിന്ന് പിന്മാറാൻ ചേട്ടൻ എത്ര തരേണ്ടത്? ഞാൻ എന്തിനാ പിന്മാറണേ? ഞാനും ഇവിടെ റിസോർട്ട് ബിസിനസ് അല്ലേ നടത്തുന്നത്. ഞാൻ കാട്ടിലൊരു റിസോർട്ട് പണിയുന്നതിന് എന്താ കുഴപ്പം? പട്ടയ ഭൂമിയാ പാപ്പൻ ചേട്ടാ. വെറുതെ പുലിവാല് പിടിക്കണോ? എങ്ങനെ ഞാൻ വാങ്ങുമ്പോ മാത്രം എങ്ങനെയാടാ അത് പട്ടയ ഭൂമിയാവണ്? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കളിച്ച ഈ പാപ്പച്ചൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയൂട്ടാ. കേട്ടടാ? புதுசா ஒரு பாட்டி நாளைக்கு பணம் கொடுக்க போற ஒரு பாப்பச்சி முதலாளி அந்த ரவிசார் கிட்ட வாங்கின பணம் திருப்பி கொடுக்க போறேன்னு மூப்ப சொல்றா. நம்மால என்ன பண்ண முடியும்னா? അവനെയൊക്കെ തന്തയുടെ വകയാണോടാ ഈ കാട്. മതിയായിട്ടില്ല അവനൊന്നും. എല്ലാവരോടും വരാൻ പറ. என்ன செய்ய போறேன்னா? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. சரிண்ணா. பாரு, கவர்மெண்ட் உங்களுக்கு தந்திருக்கும் பூமி இது. இந்த காடு உங்களுடையது. இது விற்கிறதுக்கு உங்கள் கூட அனுமதி இல்லை. எங்களுக்கு ஒன்றுமே தெரியாது. அப்பா போட்ட ஆதாரம் தான் அது. பாப்பச்சன் சாரோட காசு வேணான்னு நினச்சா கூட ரவி சார் காசை வாங்கியிருந்தேன். அது செலவாகியும் போச்சு. இவ்வளோ நாளா இவங்க எல்லாம் உங்களை ஏமாத்திக்கிட்டே இருக்கு. இது வரைக்கும் புரியலை உங்களுக்கு? நாங்கள் இப்போ என்ன பண்ண முடியும்? காசு வாங்குறதோட ஆதாரம் அவர்கிட்ட இருக்கண்ணா. அந்த பணம் திருப்பி கொடுத்ததும் ஆகணும்ல? அது நான் பார்த்துக்கிறேன். ஆனால் நீங்கள் ஒன்று மட்டும் தெரிஞ்சுக்கோங்க. நீங்கள் இந்த இடம் விட்டு எங்கும் போகிறதுக்கு நாங்கள் ஒத்துக்க மாட்டோம். புதிய யுத்தத்துக்கு நேரமாச்சு.
ഇന്നത്തെ ദിവസം പള്ളിയിൽ പോകാൻ കൂടെ പറ്റിയില്ല. വൈകുന്നേരം മൂപ്പനെ ഒന്ന് പോയി കാണണം. അത് കഴിഞ്ഞാൽ ഫ്രീയാ. വെള്ളം വേണം? വേണ്ട. ഈ കിഡ്നി സ്റ്റോണിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. മുറിയിൽ വെള്ളം ഇരിപ്പില്ലേ? ഞാനിപ്പോൾ ഇതെന്താ കുടിക്കാമോ? ആ പിന്നെ ഗംഗാ നദിയിൽ നിന്നുള്ള വെള്ളം. ശയ്യോ, അത്ര പുണ്യൊന്നും വേണ്ട. ഓ, മെമ്മറിക്ക് വേണ്ടി കളക്ട് ചെയ്തായിരിക്കും അല്ലേ? എന്തുപറ്റി? നത്തിങ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇതുവരെ പ്രേമിച്ചിട്ടില്ല അല്ലേ? പ്രേമം എന്നൊന്നും പറയാൻ പറ്റില്ല. ഫ്യൂ കാഷ്വൽ എൻകൗണ്ടേഴ്സ്. അതെന്താ അങ്ങനെ? യു കാൻറ്റ് ലവ് വൺ പേഴ്സൺ ഫോർ എവർ. എങ്ങനെ? ഒരാൾക്ക് ഒരാളെ മാത്രം ലൈഫ് ലോങ് പ്രേമിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പറ്റൂ? കമല, റിസോർട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. എനിക്ക് മൂപ്പൻ്റെ അടുത്ത് കുറച്ച് നേരത്തെ പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. ദാറ്റ്സ് ഓക്കെ. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ഇവിടുന്ന് അങ്ങോട്ട് ഈ ചെങ്ങാടം മാത്രമേ ഉള്ളൂ. അവരെ അവിടുന്ന് ഒഴിപ്പിക്കണോ? ലോകത്തെ ഏറ്റവും അധികം ക്രിമിനൽ കോളനീസ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനത്തെ ഡിസ്പ്ലേസ്ഡ് ആയ കമ്മ്യൂണിറ്റീസിനാണ്. കാട്ടിലെ സൗകര്യങ്ങൾ പോരാന്ന് അവർ തന്നെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇനി പോർട്ടുകൂടി വന്നു കഴിയുമ്പോൾ അത്രയും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവല്ലേ? ഭയങ്കര കോമഡിയാണ്. പാടത്ത് പണി ചെയ്യുന്ന ഒരു സ്ത്രീയെ പിടിച്ച് നമ്മൾ നഗരത്തിലെ തൂപ്പുകാരിയാക്കും. ആൻഡ് വി കോൾ ഇറ്റ് ഡെവലപ്മെൻറ്റ്. ശരിയല്ലേ? ഞാനും വരട്ടെ? അയ്യോ, വേണ്ട വേണ്ട. അല്ലെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കര കുഴപ്പത്തില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കിവിടെ കമ്പനിക്ക് ഷാബാസ് അമ്മൻ ഉണ്ടല്ലോ. ആരാ? അവിടെ കാറില്. കാറിൽ തന്നെ ഇരുന്നാൽ മതി. മാത്രമല്ല ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആന വന്നാൽ കാറിൽ ഇരുന്നിട്ട് എന്താ കാര്യം? ഒന്നും പറഞ്ഞില്ലേ? ചെല്ലി ചെല്ലി.